തുടർന്ന് കേൾവിക്കായി ഹൃദയംഗമായിട്ടുള്ള ഒരു സമർപ്പണത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ചാരത്തും ദൂരത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചൊരു നിമിഷം. തുടർന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് സമർപ്പിക്കാം. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. ആഴമേറിയ അഗാധമേറിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും ഒരു നിമിഷവും ഏൽപ്പിച്ചു പ്രാർത്ഥിച്ച്. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനാം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുത്രൻ മുഖാന്തരം പിതാവിനോട് എന്തപേക്ഷിച്ചാലും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് ഞങ്ങൾക്കത് നൽകിത്തരാൻ അങ്ങ് വിശ്വസ്തൻ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വ്യക്തമായ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനത്തോളം നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുന്നു. വചനത്തിന്റെ വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണമേ. വചനത്തോട് മറുതലിക്കുന്നവരെ പോലെയല്ല, വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നവരെ പോലെയല്ല, വചനം കേട്ട് ചതിക്കപ്പെടുന്നവരെ പോലെയല്ല, വചനത്തെ അനുസരിച്ച് വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ ഈ ശുശ്രൂഷ കാരണമായി തീരണം. പരിശുദ്ധാത്മാവേ, എല്ലാ മറകളെയും നീക്കി കർത്താവിന്റെ വെളിപ്പാടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തോടും ദൈവശബ്ദത്തോടും ഏകീഭവിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവാത്മാവ് ഒരുക്കണമേ. ആദിയോടന്ത പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. മഹത്വം എല്ലാം അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ ആമേൻ. കരോശബ്ദം ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഞാൻ ഈ അവസരത്തിൽ കരയറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാരാധന സ്വർഗം നമുക്ക് ദാനമായി തന്നു. 2026 ആണ്ടിന്റെ 2ാമത്തെ ബുധനാഴ്ച ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഈ ഭൂപരപ്പിൽ ദൈവം നമുക്കൊരു അവസരം കൂടെ നൽകി. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും കർത്താവിനെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഒരവസരം കൂടെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ തന്ന ആയുസ്സിനെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ആരാധനയുടെ ആരംഭ സെക്ഷനിൽ ലീഡ് ചെയ്ത പ്രിയ സഹോദരൻ, കൂടപ്പെട്ട എല്ലാ ദൈവമക്കൾ, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഇന്ന് പകൽ ഉയർത്താൻ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ അല്പനിമിഷം കർത്താവിന്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ചെലുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ആഴമേറിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അത് അനുഭവിക്കേണ്ടതുപോലെ
എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയുന്നില്ല. എന്നാൽ അനുഭവിച്ചവർക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ അല്പനിമിഷം കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ഒരുക്കാം. കഴിഞ്ഞ ബുധൻ ദൈവം നമ്മളോട് കൃത്യമായി സംസാരിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടത്. വളരെ ആഴമേറിയ ഒരു ചിന്ത ദൈവാത്മാവ് നൽകി തന്നു. അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ട പല പ്രിയപ്പെട്ടവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ആ വചന വെളിപ്പാട് നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. കൃപയാൽ ഇന്ന് പകലിൽ കർത്താവ് ഒരു ദൂത് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്റെ മുൻപിലുള്ള സമയത്തിന്റെ 1 മണിക്കൂർ വചനത്തിൽ നിന്ന് സംസാരിച്ചിട്ട് 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. വളരെ ഈടുറ്റ ആഴമേറിയ ചിന്തയാണ് ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയം. ദൈവരാജ്യം എന്നാൽ അതിന്റെ ഒരുപാട് വിശാലമായ ഒരു പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാനും പ്രസംഗിക്കാനും വിശാലമായ നിലകളിൽ നമുക്ക് സാധിക്കും. പക്ഷേ ആ നിലയിലുള്ള ഒരു പ്രസംഗം ഇന്നുണ്ടാവില്ല. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ദൈവം തന്ന ദൂതിൽ സംസാരിച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പഠനം എന്നതിനെക്കാട്ടിലും ഉപരി ഒരു വിടുതലിന് വേണ്ടി നമുക്ക് ഇന്ന് പകലിൽ ദൈവസന്നിധിയെ സമർപ്പിക്കാം. ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം എന്റെ അകത്തളങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോടത് കൈമാറിയത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സുവിശേഷം ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവാണ് സുവിശേഷം. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഞാൻ പറയാറുള്ളത് പോലെ മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും എന്ന 4 തലങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ സുവിശേഷത്തെ രേഖപ്പെടുത്താനുള്ള കാരണം അവർക്ക് 4 പേർക്കും ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയത് 4 വിധത്തിലാണ്. 2, അവരെല്ലാവരും ഒരു മേഖലയെ ഉന്നം വെച്ചെഴുതിയതല്ല. 4 പേരും 4 മേഖലയെ ഉന്നം വെച്ചെഴുതി. അതുകൊണ്ടാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന സുവിശേഷം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തേണ്ടി വന്നത്. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു, ഇതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം, ഇതിന്റെ എല്ലാ അവസാനത്തെ വാക്ക്
അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവാണ്. കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്താത്ത ഒറ്റ പുസ്തകം വിശുദ്ധ ബൈബിളിൽ ഇല്ല. എല്ലാ പുസ്തകത്തിലും ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അത് പല വിധത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു ബോവസായിട്ടാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീണ്ടെടുപ്പുകാരനായി ക്രിസ്തുവിനെ. അപ്പോ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ക്രിസ്തു എന്നോ ഒന്നുമില്ലെങ്കിൽ പോലും ഹല്ലേലൂയ ബോവസിനെ ക്രിസ്തുവായി അവിടെ വെളിപ്പെടുത്തുക. പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ എല്ലാ പുസ്തകത്തിന്റെ അകത്തും കർത്താവായ യേശു ക്രിസ്തുവാണ് അടിസ്ഥാന ഘടകം. സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ എനിക്ക് സുവിശേഷങ്ങൾ എഴുതിയതിൽ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ലൂക്കോസ്. സ്തോത്രം. കാരണം നമുക്ക് ലൂക്കോസിനെ കുറിച്ച് അറിയാം. മത്തായിയെ പോലോ മർക്കോസിനെ പോലോ യോഹന്നാനെ പോലോ അല്ല ലൂക്കോസ്. ലൂക്കോസ് വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള മനുഷ്യനായിരുന്നു. ഡോക്ടറായിരുന്നു എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. നിരീക്ഷകനായിരുന്നു, ചിത്രകാരനായിരുന്നു. അതേപോലെ തന്നെ എല്ലാ മഹത്വവും ക്രിസ്തുവിൽ ചെന്ന് ചേരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചെഴുതിയ ഒരു എഴുത്തുകാരനായിരുന്നു ലൂക്കോസ്. കൂടാതെ ചരിത്രത്തെ അവലോകനം ചെയ്ത് പഠിക്കാനും എഴുതാനും വെളിപ്പെടുത്താനും മികവുള്ള എഴുത്തുകാരനായിരുന്നു ലൂക്കോസ്. അതുകൊണ്ടാണ് ലൂക്കോസ് ഗ്രീക്കുകാര്, യവനക്കാരൻ അവർക്ക് എഴുതിയപ്പോൾ വളരെ ജ്ഞാനമുള്ള അറിവുള്ള ആ മനുഷ്യന്റെ എഴുത്തിനെ ഖണ്ഡിക്കാൻ അവർക്ക് സാധിച്ചില്ല. യവനക്കാരോ അവര് ജ്ഞാനികളാണെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. അപ്പൊ ജ്ഞാനികളായ മനുഷ്യരുടെ നടുവിൽ എല്ലാ പഴുതുകളും അടച്ചെഴുതണമെങ്കിൽ എഴുതുന്നവൻ ഒരു ജ്ഞാനം ഉണ്ടായിരിക്കണം. ആ നിലയിലെല്ലാം കയ്യടി അർഹിക്കുന്ന മനുഷ്യനായിരുന്നു ലൂക്കോസ്. ലൂക്കോസ് 2 പുസ്തകമായി എഴുതിയത്. ഒന്ന് തന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷവും, 2 അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഈ 2 പുസ്തകമാണ് ലൂക്കോസ് എഴുതിയത്. ശ്രദ്ധിക്കണേ, ലൂക്കോസിന്റെ ആ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ ഒരു ചിന്തയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് നൽകി തന്നത്. സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയത്തെ നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം. വളരെ പ്രാർത്ഥനയോടെ മോളെ ആ കാലം വിലക്കി വെച്ച് വളരെ പ്രാർത്ഥനയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യെരുശലേമിൽ ഏകദേശം 3 ദിവസത്തിനകം തന്റെ പരസ്യ ശുശ്രൂഷ തീർത്ത് യെരുശലേമിൽ എത്തണം എന്നുള്ള വളരെ ചിന്താഗതിയോടുകൂടി കർത്താവ് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇതിന്റെ ചരിത്രം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം തന്റെ പരസ്യ ശുശ്രൂഷയെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്ത് യെരുശലേമിൽ ചെന്നെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്
കർത്താവായ യേശു ക്രിസ്തു ആ സമയങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കത് മനസ്സിലാകാൻ അതിന്റെ പുറകിലുള്ള ഒരു അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. 13-ാം അധ്യായം നടത്തെ 13-ാം അധ്യായം അതിന്റെ 31 മുതൽ ഒന്ന് വായിച്ചേ. 13-ാം അധ്യായത്തിന്റെ 31. ആ നാഴികയിൽ തന്നെ പരീശന്മാരെന്ത് ചെയ്തു? വായിച്ചു. യേശു കർത്താവിനോട് പറയാ, ഇവിടം വിട്ട് നീ എന്ത് ചെയ്തോണം? പൊക്കോണം. ഇവിടം വിട്ട് നീ പൊക്കോണം. അവന് പറയാനുള്ള കാരണം, കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അതിശക്തമായ നിലയിൽ ജനത്തിന്റെ ഇടയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവനിൽ വലിയ മഹത്വത്തിന്റെ ധ്വനികൾ കേൾക്കുന്ന സമയമാണ്. ഈ സമയത്ത് പരീശന്മാർ യേശു കർത്താവിനോട് വന്നിട്ട് പറയാ, നീ ഉടനെ ഇവിടം വിട്ട് പൊക്കോണം. അടുത്തത്, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. കർത്താവിന്റെ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടെ. അടുത്തത്, അവനവരോട് നിങ്ങൾ പോയി ആ കുറുകനോട് ഗോത്രം സ്തോത്രം ചെയ്യുക. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ പരീശന്മാരോട് കർത്താവ് മറുപടി പറയുക, നിങ്ങൾ പോയ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാൾ, അതാ ഞാൻ പറഞ്ഞ 3 ദിവസം, 3-ാം ദിവസം യെരൂശലേമിൽ തനിക്ക് എത്തിച്ചേരേണ്ടത് അനിവാര്യമാണ്. ആ 3 ദിവസത്തിനകത്ത് കർത്താവ് പറയും, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ രോഗികളുടെ മേൽ സൗഖ്യത്തെ അയക്കും. നീ ആ കുറുക്കനോട് എന്ന് പറ, ഈ ദിവസങ്ങളിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. സ്വോത്രം 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 സ്വോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് മറുപടി കൊടുക്കാൻ ഒരു കാരണമുണ്ട്. പരീശന്മാര് പറഞ്ഞു, ഹേരോദാവ് അദ്ദേഹം നിന്റെ ജീവനെ എടുക്കുമെന്ന് ഒരു ഭീതി ക്രിസ്തുവിന്റെ മുൻപിൽ അവർ അവതരിപ്പിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മറുപടി കൊടുത്ത കുറുക്കനോട് പോയി പറ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ചെയ്യും. അത് പറയാനുള്ള ഉറപ്പെന്നറിയാമോ? എന്റെ കർത്താവ് പ്രാണത്യാഗം ചെയ്യാൻ വന്നതാണെങ്കിൽ പോലും എന്റെ പിതാവ് അനുവദിച്ച സമയമാകാത്തത് കൊണ്ട് അതിനു മുമ്പ് അവന്റെ നിഴലെ പോലും തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന്, ഒരു രാജ്യത്തിനും കഴിയത്തില്ലെന്ന്, ഒരു അധികാരികൾക്കും കഴിയത്തില്ലെന്ന് യേശു കർത്താവിന് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ ഇന്നു പകലൊരു വെളിപ്പാട് പറയാ, നിന്നെ കുറിച്ച് ഹല്ലേലൂയ തീരുമാനിക്കുന്നതും തീയതി എഴുതിയിരിക്കുന്നതും ഹല്ലേലൂയ മാനുഷിക ഹൃദയങ്ങളല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സർവശക്തനാണ്. അവന്റെ നിന്നെ കുറിച്ചുള്ള തീരുമാനം അത് ഉറപ്പുള്ളവര് മാത്രം സ്വന്തം ചെയ്തോണം. അത് ഉറപ്പുള്ളവര് മാത്രം പ്രാർത്ഥിച്ചോണം. ഏതോ ജീവൻ എടുക്കുമെന്ന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ മറുപടി കൊടുക്കുക,
ആ ഭൂമത്തിനോട് എന്ന് പറയാം, ഈ ദിവസത്തിൽ അടിയും ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചോളാം. ചില കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, ചില വ്യക്തികളിൽ നിലനിൽക്കുന്ന ലോകത്തിൽ യേശുവിന്റെ അധികാരത്തിന്റെ നാമത്തിൽ ആ കുരുക്കുകൾ അടുത്ത് ഉടനട്ടെ. കർത്താവ് പറയാ, 1 2 ദിവസങ്ങളിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികൾ സൗഖ്യമാകും. ഈ പറഞ്ഞു വന്ന ആ ശുശ്രൂഷയുടെ സമയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഗലീല വഴി കടന്നു വരുമ്പോൾ യെരൂശലേമിലേക്ക് പോകുന്ന വഴി, ഈ പോകുന്ന യാത്രകളിലെല്ലാം കർത്താവിന്റെ അടുത്തു വരുന്നവർ വിടുവിക്കപ്പെടുകയാണ്, സൗഖ്യമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് മറക്കരുത്, 3-ാം ദിവസം അവൻ യെരൂശലേമിലെത്തണം. ഇതിന്റെ ഇടയ്ക്കുള്ള സഞ്ചാരപാതയിലാണ് യേശു കർത്താവിന്റെ അടുത്ത് 10 കുഷ്ഠരോഗികൾ വന്നു. 10 കുഷ്ഠരോഗികൾ യേശു കർത്താവിന്റെ അടുത്ത് വന്നു. നമുക്കറിയാം, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിച്ച്, പഴയ നിയമ ചരിത്രം അനുസരിച്ച് കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അവരുമായി ഒരു സമ്പർക്കം പാടില്ല. അവരുമായി ആരെങ്കിലും സമ്പർക്കം പാലിച്ചാൽ അവരും അശുദ്ധമാണെന്നാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? കുഷ്ഠരോഗികളുമായി യാതൊരു വിധത്തിലുമുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല. അവർ പാളയത്തിന് പുറത്തായിരിക്കണം എന്നുള്ള വ്യവസ്ഥിതികൾ നിൽക്കുമ്പോൾ, ആ വ്യവസ്ഥിതികൾക്ക് മാറ്റം വരാതിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ചരിത്രം പറയുന്നുണ്ട്, ജനങ്ങളിൽ നിന്ന് ഏകദേശം 300 അടി അകലം 300 അടി അകലം കുഷ്ഠരോഗികൾ പാലിച്ചിരിക്കണമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടെ, ഒരു വിധത്തിലും ഇവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകരുതെന്നുള്ള വ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് 10 കുഷ്ഠരോഗികൾ വന്നു. കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുകയും ഞാൻ രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് അവന് കർത്താവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, നായക, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾക്ക് സൗഖ്യം ഞങ്ങളെ ആക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് ചെന്ന് കാണിപ്പീൻ എന്ന് പറഞ്ഞ് കർത്താവ് അവരെ പറഞ്ഞു വിടുമ്പോൾ, അവർ പുരോഹിതന്മാരെ തങ്ങളെ തന്നെ കാണിപ്പാൻ യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് അവരിൽ വ്യാപരിച്ചു നിന്നിരുന്ന കുഷ്ഠരോഗം സൗഖ്യമായി. സ്തോത്രം. കർത്താവ് അവനെ തൊട്ടതായി എഴുതിയിട്ടില്ല, നിങ്ങൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തന്നെ നിങ്ങൾ പുരോഹിതന്മാർക്ക് ചെന്ന് കാണിപ്പീൻ. എന്ന് വെച്ചാൽ ഒരു കുഷ്ഠരോഗി അവന്റെ കുഷ്ഠം മാറിയാൽ
പുരോഹിതൻ വന്ന് അവനെ ശുദ്ധി ചെയ്തെങ്കിൽ മാത്രമേ അവൻ ശുദ്ധിയുള്ളവനായി വീണ്ടും പൊതുസമൂഹത്തിൽ പഴയതുപോലെ അവന് നിലകൊള്ളാൻ പറ്റത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നീ പുരോഹിതന് നിന്നെ തന്നെ നിങ്ങളെ തന്നെ പോയി കാണിപ്പി. തന്റെ കർത്താവിന് അറിയാം ഇവർ പോകുന്ന വഴിയിൽ ഹീലിംഗ് ആകും, ഇവർ പോകുന്ന വഴിയിൽ സൗഖ്യമാകുമെന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നാൽ പുരോഹിതന്റെ അടുത്തേക്ക് ലക്ഷ്യമിട്ട് പോയ 10 പേർ പോകുന്ന വഴിത്താരയിൽ സുഖപ്പെട്ടപ്പോൾ ഒരുവൻ മാത്രം പുരോഹിതന്റെ അടുക്കലേക്ക് പോയില്ല. 9 പേര് പുരോഹിതന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നപ്പോൾ ഒരുവൻ മാത്രം പുരോഹിതന്റെ അടുത്തേക്കല്ല പോയത്, അവൻ തിരിഞ്ഞു. സൗഖ്യം അവന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരുവചനം പറയുന്നു, അവൻ തിരിഞ്ഞു. അവൻ തിരിഞ്ഞിട്ട് അവൻ ആ നായകന്റെ അടുത്തേക്ക് പോയി, നാഥന്റെ അടുത്തേക്ക് പോയി. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവം സൗഖ്യം തരുന്നത്, കർത്താവ് നമ്മളെ വിടുവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ല. സൗഖ്യം സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല, വിടുതൽ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. സൗഖ്യവും വിടുതലുകളും ജീവിതത്തിൽ ദൈവം തരുന്നത് കർത്താവിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? സ്വന്തം നിന്റെ രോഗം മാറി എന്ന് വെച്ച് നീ സ്വർഗത്തിൽ പോത്തില്ല. നീ പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതൽ കിട്ടിയത് കൊണ്ട് നീ സ്വർഗത്തിൽ പോത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും ദൈവം ഉത്തരം തരുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് അടുത്തു വരാനാ. നമ്മൾ ദൈവത്തോട് അടുത്തു വരാൻ വേണ്ടിയിട്ടാ. 9 പേര് പുരോഹിതനെ തേടിപ്പോയപ്പോൾ അതിന്റെ അകത്ത് നിന്ന് ഒരു മനുഷ്യൻ മാത്രം പുരോഹിതന്റെ അടുത്തേക്കല്ല പോയത്, അവൻ നായകന്റെ അടുത്തേക്ക് പോയി, അവൻ നാഥന്റെ അടുത്തേക്ക് പോയി. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, കർത്താവ് ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ അവൻ ചെയ്യുമ്പോൾ നന്ദിയുള്ളവരായിരിക്കണം. അവനോട് അടുക്കണം, അവനോട് ചേരണം. ചിലരുടെ വിചാരം, അല്ലെങ്കിൽ സ്തോത്രം, ദൈവം ചെയ്യട്ടെ, ചെയ്തിട്ട് ഞാൻ ചേർന്നോളാം, അല്ലെങ്കിൽ കുറ്റിയിരിക്കുന്നത് പോലെ നീ ഇരിക്കത്തേ ഉള്ളൂ. ഇന്ന് പകലും ഞാൻ ദൈവനിയോഗത്തിൽ വിളിച്ചു പറയാം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമാകുന്ന ഏത് വിടുതലുകളാണെങ്കിലും അത് ദൈവം നമ്മളെ അടുപ്പിക്കാനുള്ളതാണെന്ന് മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്, മറന്നു പോകരുത്. ചെയ്ത വിടുതലുകളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. കർത്താവായ യേശു ക്രിസ്തു അവന്റെ അടുത്തേക്ക് ഒരു കുഷ്ഠരോഗി വന്നു നിന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്, 10 പേര് എന്റെ അടുത്ത് വന്നു, എന്നാൽ ഒരുവൻ മാത്രമേ എന്നെ അന്വേഷിച്ചു വന്നുള്ളൂ. ബാക്കി 9 പേരെവിടെ? ഇവനോ ഒരു അന്യജാതിക്കാരനാകുന്നു. അതിനും പറയുന്ന അവൻ ശമര്യക്കാരനായിരുന്നു. ഒരു സ്തോത്രം പറയാമോ? അവൻ ആരായിരുന്നു? ഒരു ശമര്യക്കാരനായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, കർത്താവിന്റെ വാക്യം നമുക്ക് ചിന്തിക്കാം, ബാക്കിയുള്ളവർ യഹൂദന്മാരാകാൻ സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയാൻ കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, ഈ അന്യജാതിക്കാരനായ ഒരു ശമര്യക്കാരൻ മാത്രമാണ് യേശുവിലേക്ക് തിരിഞ്ഞു വന്നത്. അവന് വേണ്ടി ദൈവം ചെയ്ത വിടുതൽ ആ കർത്താവിന്റെ മുൻപിൽ മഹത്വീകരിക്കത്തക്കവണ്ണം അവൻ മടങ്ങി യേശുനാഥന്റെ അടുത്ത് വന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, യേശുനാഥന്റെ അടുത്ത് വന്നു. കർത്താവ് പറഞ്ഞു, 10 പേരിൽ ഒരുവൻ മാത്രം മടങ്ങി വന്നു, ബാക്കി 9 പേരെവിടെ? കർത്താവ് ചോദിച്ച ചോദ്യം, ബാക്കി 9 പേരെവിടെ? പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ വെറുക്കുന്ന
കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്തുള്ളവരാണ് ശമര്യക്കാർ. ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസകാലത്ത് കുടിയേറിയ ജാതികളുണ്ട്. ഇസ്രായേലിന്റെ പ്രവാസകാലത്ത് കുടിയേറിയ ജാതികൾ. ആ ജാതികൾ നിൽക്കുമ്പോ തന്നെ ചില യഹൂദന്മാരും അവിടെ ഉണ്ടായിരുന്നു. ആ ജാതികളും ചില യഹൂദന്മാരും കൂടെ ചേർന്ന ഒരു പുറംജാതി, സ്തോത്രം, ആ നിലയിൽ ശമര്യക്കാരെ വിശേഷിപ്പിക്കാറുണ്ട്. സ്തോത്രങ്ങളിൽ അതുകൊണ്ട് തന്നെ യഹൂദ പാരമ്പര്യം അനുസരിക്കുന്നവർ ഈ ഹല്ലേലൂയ സ്തോത്രം ജാതിക്കാരെ അംഗീകരിക്കത്തില്ലായിരുന്നു. സ്തോത്രം. ശമര്യക്കാരെ വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ചെയ്യുക. ക്രൈസ്തവരോട് ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഒരു അന്യജാതിക്കാരനാണ് വന്നത്. സ്തോത്രം ചെയ്യുക. അവൻ ശമര്യക്കാരനായിരുന്നു. കർത്താവ് അവനോട് പറയുന്നൊരു ഉത്തരവുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ശമര്യക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവര് മനസ്സലിവുള്ളവരാണ്. ജാതി ഏതാകട്ടെ, വർഗം ഏതാകട്ടെ, പക്ഷെ ശമര്യക്കാരെ കുറിച്ച് പഠിക്കുമ്പോ അവര് മനസ്സലിവുള്ളവരാണ്. ക്രൈസ്തവരോട് ഹല്ലേലൂയ. വഴിയിലൊരാപത്തൊക്കെ വന്ന് കിടന്നാൽ പലരും മാറിപ്പോകുമ്പോൾ ഇവര് മാറിപ്പോകത്തില്ല. ഇവരാ ഹല്ലേലൂയ വ്യക്തികളെ പരിഗണിക്കുന്നവരാ. ആ വ്യക്തികളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരാ. അവരുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നവരാ. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലായി? എന്റെ അരുമനാഥൻ സ്നേഹിക്കുന്നത് ജാതിയിൽ വലിപ്പമുള്ളവരെ അല്ല, മറ്റുള്ളവർക്ക് മനസ്സനമുള്ളവരെയാ. രാമൻ പറയും. എത്ര പേര് രാമൻ പറയും? ജാതി മത വർണ്ണ വർഗ വ്യത്യാസമുള്ളത് മനുഷ്യന്റെ ഇടയില. എന്നാൽ എന്റെ പ്രാണനാഥന്റെ ലിസ്റ്റിൽ ആ ഒരു വ്യത്യാസം, വ്യതിചലനമില്ല. അവന്റെ മുൻപിലെല്ലാവരും തുല്യം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സൗഖ്യമായി ആ മനുഷ്യൻ വിടുവിക്കപ്പെട്ടു. ആ മനുഷ്യൻ ദൈവത്തോട് നന്ദി കാണിച്ചു. ഈ വിടുതലൊക്കെ, ഈ മഹുദ്ധീകരണമൊക്കെ നടക്കുന്നത് രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട്. ഈ സമയത്താണ് പരീശന്മാർ ചോദിച്ചത് ഹല്ലേലൂയ സ്വർഗരാജ്യത്തെ കുറിച്ച്. 16-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 17-20 മുതൽ. അപ്പൊ ശ്രദ്ധിച്ച്, ഈ ഒരു വിടുതലും മഹത്വവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പരീശന്മാര് ചോദിക്കുക, ദൈവരാജ്യം എപ്പോൾ വരും? സ്തോത്രം ചെയ്യുന്നു. അപ്പോ ഇവര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യം വരുന്നത്. സ്തോത്രം. എന്താ അവരുടെ ഹൃദയത്തിലെ ചിത്രം? ഞങ്ങളുടെ മശിഹ രാജാവായി അവതരിക്കും, ഞങ്ങളുടെ ഈ കഷ്ടമെല്ലാം മാറും, ഞങ്ങളുടെ മശിഹ രാജാവായി എഴുന്നള്ളും. ആ ഒരു പ്രതീക്ഷയിലാണ് ഇവരിയ്ക്കുന്നത്. ഇവരുടെ ഹൃദയത്തിന്റെ അകത്തെ ചിത്രം, ഹല്ലേലൂയ സ്തോത്രം, ഒരു തച്ചന്റെ മകനായി പിറക്കുന്ന ക്രിസ്തുവിനെ അല്ല. ഇവരുടെ ഹൃദയത്തിലെ ചിത്രം ഒരു രാജാവായി ഒരുവൻ ഇറങ്ങി വരുന്നതാ ഇവരുടെ ചിത്രം. അപ്പൊ ഇവരുടെ വിചാരം ഇപ്പോഴും ദൈവരാജ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർ ചോദിക്കാം, ദൈവരാജ്യം എപ്പോൾ വരും? കർത്താവിന്റെ മറുപടി കേട്ട് വായിച്ചേ. ദൈവരാജ്യം
കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഇതാ ഇവിടെയൊന്നും സ്വോത്രം കണ്ടോ, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. സ്വോത്രം ചെയ്യുക. അവിടെയൊന്നും ഇവിടെയൊന്നും പറയത്തുമില്ല. അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ട ദൈവരാജ്യത്തെ കുറിച്ചാ. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? സ്വോത്രം. ദൈവരാജ്യം അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവരാജ്യം എപ്പോൾ വരുമെന്നുള്ള ചോദ്യത്തിന് കർത്താവായ യേശുക്രിസ്തു കൃത്യമായ ഉത്തരം കൊടുത്തു. ദൈവരാജ്യം അവിടെയും ഇവിടെയും ഒന്നുമല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. സ്വോത്രം എത്ര പേര് പറയും? ഞാൻ ഇന്ന് പകലിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഇന്ന് പകലിൽ ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവരാജ്യത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ടു വരും. പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം. ദൈവരാജ്യത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടും. കർത്താവായ യേശു ക്രിസ്തു പറയുക, ദൈവരാജ്യം നമ്മുടെ ഇടയിലാണ്. സ്തോത്രം. അതെങ്ങനെ നമ്മുടെ ഇടയിൽ? അതെങ്ങനെ നമ്മുടെ ഇടയിൽ തെളിയിക്കാൻ ഞാനൊരു വാക്യം വായിക്കാം, അതിനുശേഷം ദൂതിലേക്ക് വരാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 1:27. മോളെ ഇങ്ങോട്ട് എവിടെ പോവാ? പെട്ടെന്ന് പോയിട്ട് വാ, ഇനി ഇറങ്ങല്ലേ കേട്ടോ. സ്തോത്രം. വായിച്ചേ. കൊലോസ്യർ 1:27. പൗലോസിന് ഒരു മർമ്മം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ദൈവത്തിന് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തെ വെളിപ്പെടുത്താൻ ഇഷ്ടം തോന്നി. അടുത്ത വാക്യം, ആ മർമ്മം കേട്ടോണം. ഒന്നുകൂടെ വായിച്ചു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. സ്തോത്രം ചെയ്യാം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. പൗലോസ് പറയും, എനിക്കൊരു മർമ്മം വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന്റെ കൃപ തോന്നി. ആ മർമ്മം എന്താണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു വല്ലവന്റെ, ഹല്ലേലൂയ, വല്ലവന്റെ അടുത്തിരിക്കുന്നല്ല, നിങ്ങളിൽ, എന്നിൽ പ്രസംഗിക്കുന്ന ഞാൻ പറയും, എന്നിൽ കേൾക്കുന്ന നിങ്ങൾ പറയണം, എന്നിൽ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എന്നിലിരിക്കുന്നു. സ്തോത്രം. എന്താ കർത്താവ് പറഞ്ഞത്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ക്രിസ്തു പറയാനുള്ള കാര്യം, ക്രിസ്തു അവരുടെ നടുവിലുണ്ട്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തു അവരുടെ നടുവിൽ ഉള്ളത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല, അവർക്കത് മനസ്സിലായില്ല, അവരത് അംഗീകരിച്ചുമില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ ദൈവരാജ്യം എവിടാ? നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നില്ലേ? സ്തോത്രം. നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യം എവിടാ? ദൈവരാജ്യം നമ്മളിൽ. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട്. അതിനെ ഒന്നുകൂടെ ഒരു തലത്തിലേക്ക് വെളിപ്പെടുത്താനാണ് ഞാൻ ആ വാക്യം വായിച്ചത്. ഇടയിൽ നിന്ന് ദൈവരാജ്യം ഇപ്പൊ നമ്മുടെ അകത്തുണ്ടെന്ന്. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? അങ്ങനെ ക്രിസ്തുവിനെ അകത്തു സ്വീകരിച്ച് ക്രിസ്തുവിനെ അകത്തു വഹിക്കുന്ന ദൈവത്തിന്റെ പൈതൽ തിരിച്ചറിയണം, ദൈവരാജ്യം നിന്റെ അകത്തായിരിക്കുന്നേ. ദൈവരാജ്യം നിന്റെ അകത്തായിരിക്കുന്നേ.
ദൈവരാജ്യം നിന്റെ അകത്തായിരിക്കുന്നേ. നിന്നിലൂടെ ദൈവരാജ്യം വെളിപ്പെടേണ്ടതാണ്. നിന്നിലൂടെ ദൈവരാജ്യം വെളിപ്പെടേണ്ടത്. ഓ, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു കർത്താവ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, അവിടുത്തെ രാജ്യം വരണം. ആ പ്രാർത്ഥനയിൽ ഒരുപാട് ഘടകങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യം ഇപ്പോൾ നമ്മുടെ അകത്താ ഉള്ളത്. നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും, അല്ല ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ കൈമാറാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. നിയോഗമുള്ളവര് സ്വീകരിച്ചോണം. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവരാജ്യം ഹല്ലേലൂയ നിന്റെ അകത്ത് ദൈവം നൽകി തന്നിട്ടുണ്ട്. ആ ദൈവരാജ്യത്തിനനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ നീ വെളിപ്പെടുത്തണം. നിന്റെ സ്വഭാവത്തിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ ഇടപെടലിൽ, നിന്റെ പോക്കിൽ, നിന്റെ വരവിൽ, എല്ലാ മേഖലകളിലും നിന്റെ അകത്തൊരു ഉറപ്പ് വേണം. നിന്റെ അകത്തുള്ളത് ദൈവത്തിന്റെ രാജ്യമാണ്. നിന്റെ അകത്തുള്ളത് ദൈവത്തിന്റെ രാജ്യമാണ്. നീ കേവലം ഒരു സാധാരണ വ്യക്തിയല്ല. നിന്റെ അകത്ത് ദൈവത്തിന്റെ രാജ്യമുണ്ട്. നിന്റെ അകത്ത് ദൈവരാജ്യമുണ്ട്. നിന്റെ അതുകൊണ്ട് ഈ സാധാരണ കർത്താവ് പറയാ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. കർത്താവിന്റെ സംസാരത്തിൽ, കർത്താവിന്റെ പെരുമാറ്റത്തിൽ, കർത്താവിന്റെ സ്വഭാവത്തിൽ, കർത്താവിന്റെ ഇടപെടലിൽ, കർത്താവിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിൽ, പരസ്യ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിലെല്ലാം കർത്താവ് ദൈവരാജ്യത്തെ സൂക്ഷിച്ചു, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? അല്ലെങ്കിൽ ക്രിസ്തുവിനെ അകത്ത് വഹിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു വെളിപ്പാടാ 2026 ആണ്ടിൽ. അല്ലെങ്കിൽ ആഴമേറിയ വെളിപ്പാടാ ദൈവം തരുന്നേ. നിന്റെ അകത്ത് ഒരു ദൈവരാജ്യം ഉണ്ടെന്ന് മറക്കരുത്. ക്രിസ്തു അകത്ത് വസിക്കുന്നവർ, ക്രിസ്തു അകത്ത് വാഴുന്നവർ, ക്രിസ്തുവിനെ അകത്ത് സ്വീകരിച്ചവർ ഒരു വെളിപ്പാട് ഇന്ന് മകൻ തിരിച്ചറിഞ്ഞോളം. നിന്റെ അകത്ത് ക്രിസ്തു മാത്രമല്ല, ഒരു രാജ്യം വാഴുന്നുണ്ട്, ഒരു ദൈവരാജ്യം വാഴുന്നുണ്ട്, ഒരു ദൈവരാജ്യം വാഴുന്നുണ്ട്. നീ ഒരു സാക്ഷാൽ വ്യക്തിയല്ല. സ്തോത്രം. അകത്ത് ദൈവരാജ്യത്തെ ചുമക്കുന്നവൻ തോന്നുന്ന വഴി പോകരുത്. അകത്ത് ദൈവരാജ്യത്തെ ചുമക്കുന്നവൻ തോന്നുന്ന പോലെ സംസാരിക്കരുത്. അകത്ത് ദൈവരാജ്യം ചുമക്കുന്നവൻ തനിക്കിഷ്ടം പോലെ നടക്കരുത്. ചിലപ്പം പുറമേ നിൽക്കുന്നവര് പല വിധത്തിൽ വിധിക്കുമായിരിക്കും. പുറമേ കാണുന്നവർ, ചിന്തിക്കുന്നവർ പല വിധത്തിൽ വിധിക്കുമായിരിക്കും.
ആ വിധികളെ ഒന്നും നീ കണക്കെടുക്കണ്ട, ആ വിധികളെ ഒന്നും നീ കാര്യമാക്കണ്ട. ഞാൻ ദൈവനിയോഗത്തിൽ വിളിച്ചു പറയുന്നു, ദൈവരാജ്യത്തിന്റെ പ്രത്യക്ഷതയ്ക്കും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിനും ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലിനും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനും പോറലേൽപ്പിക്കുന്നതിലൊന്നും നിനക്കൊരിടപാടുണ്ടാകരുത്. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രധാനപ്പെട്ട ഒരു ദൂതിലേക്ക് ഞാൻ വരാം. ഈ വെളിപ്പാട് മറക്കരുത്. അകത്ത് ക്രിസ്തുവിനെ ധരിച്ച്, ക്രിസ്തുവിനെ വഹിച്ച്, ക്രിസ്തു അകത്തുള്ള ദൈവ പൈതൽ തിരിച്ചറിയേണ്ട വെളിപ്പാട്, എന്റെ അകത്ത് ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം ചുമന്നുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ദൈവരാജ്യം അവിടെയും ഇവിടെയുമല്ല. ദൈവരാജ്യം നിങ്ങളുടെ അകത്താണ്. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് അത് വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ട്? 2025 നടന്നോ? ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ വല്ലതും സാധിച്ചു? കർത്താവിനെ ചുമന്നോട് നടന്നിട്ട് എന്നാ പ്രയോജനം? കർത്താവിനെ വഹിച്ചോണ്ട് നടന്നിട്ട് എന്നാ പ്രയോജനം? കർത്താവ് ഉള്ളിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു രാജ്യമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വക്താക്കളാണ് നമ്മൾ. കർത്താവ് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ ദൈവരാജ്യത്തെ കർത്താവ് വെളിപ്പെടുത്തി. ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയില്ലേ? ഇല്ലേ? ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ടാ കർത്താവ് പോയത്. പൗലോസ് പറയാ, ആ മഹത്വത്തിന്റെ പ്രത്യാശയുള്ള ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നൊരു മർമ്മം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താനുള്ള ഒരു കാരണം, ദൈവരാജ്യത്തെ ക്രിസ്തു വെളിപ്പെടുത്തിയതുപോലെ നമ്മൾ വെളിപ്പെടുത്തണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ആ ദൈവരാജ്യത്തെ എത്രത്തോളം നമുക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞു? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, ഒരു പഠനം പോലെ പ്രസംഗിക്കുന്നില്ല, വിശാലമായി പ്രസംഗിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. വിശാലമായി പ്രസംഗിച്ചാൽ ഒരുപാട് സമയം ആവശ്യമാണ്. സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേട്ടെ, ദൈവരാജ്യമുള്ള ഇടത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. ദൈവരാജ്യം വെളിപ്പെടുന്ന ഇടത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ദൈവരാജ്യം വെളിപ്പെടുന്നിടത്ത് അതിൻ്റെതാകുന്ന എഫക്ട് ഉണ്ടാകും. ഒരു ദൂത് മാത്രം, എന്നെ ദൈവം വെളിപ്പെടുത്തിയ ഒരു ദൂത് മാത്രം ഞാൻ ആത്മനിയോഗത്തോടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. പൗലോസും ശീലാസും മക്കദോന്യ ലക്ഷ്യമിട്ട് യാത്ര ചെയ്ത് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീ തന്റെ ദാസന്മാരോട് പറഞ്ഞു, അല്ലെങ്കിൽ അവരെ കുറിച്ച് വെളിപ്പെടുത്തി, അവരോടൊരു ദൂത്, അവരെ കുറിച്ചും ഒരു ദൂത്. പക്ഷേ പൗലോസ് അത് സ്വീകരിക്കുകയല്ല ചെയ്തേ, അതിനെ റിജക്ട് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവിനെ ശാസിച്ചു. ചരിത്രം അറിയാലോ. ആ ദേശത്തിലെ അധിപതികൾ അവരുടെ പ്രധാന നന്മയുടെ വരവ് ഇവര് മുടക്കിയെന്നറിഞ്ഞപ്പോ ആ സഹോദരി വിടുവിക്കപ്പെട്ടു. അത് ആ വിടുവിക്കപ്പെട്ടമ്മ അവൾ ആ തൊഴിലൊക്കെ നിർത്തി. അവളിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോയി. ശ്രദ്ധിച്ചു കേട്ടെ, വിട്ടുപോയി കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ ഉപജീവന മാർഗത്തിന് കോട്ടം സംഭവിച്ചപ്പോ ഇവരെ രണ്ടുപേരെ പിടിച്ച് കാരാഗ്രഹത്തിന്റെ ഏറ്റവും ഇരുട്ടുള്ള മുറിക്കകത്ത് അവരെ ആക്കി. തിരുവെടുത്ത് ഇങ്ങനെ വായിക്കുന്നു, കൈ ചങ്ങലകളാൽ ബന്ധിച്ച് കാല് ആവത്തിലിട്ട് പൂട്ടി. സ്തോത്രം ചെയ്യുക. എന്നാൽ വചനം പറയുന്നു, അർദ്ധരാത്രിയിൽ, സ്വോത്രം സ്വോത്രം സ്വോത്രം, അർദ്ധരാത്രിയിൽ
അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. ആരാധിച്ചേ? ദൈവരാജ്യമകത്ത് വാഴുന്ന, ദൈവരാജ്യമകത്ത് ജീവിക്കുന്ന, ദൈവരാജ്യത്തെ അകത്ത് ചുമക്കുന്ന, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ അകത്ത് വഹിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ അർദ്ധരാത്രിയിൽ ദൈവത്തെ ആരാധിച്ചു. അതിനെഴുതി ഇങ്ങനെ, ദൈവത്തെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പ്യരുടെ പട്ടണമായിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. സ്തോത്രം. ചങ്ങലകൾ അഴിഞ്ഞു, ആമം പൊട്ടി, കാരാഗ്രഹത്തെ പൂട്ടിയ ലോക്കുകൾ അഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അവരുടെ, നിങ്ങൾക്കറിയാമല്ലോ, ഇവരെ കാരാഗ്രഹത്തിലാക്കിയതിന്റെ പുറകിൽ ഒരു നേതൃത്വമുണ്ട്. ഇവരെ കാരാഗ്രഹത്തിന്റെ അകത്ത് ബന്ധിച്ചിട്ടതിന്റെ പുറകിൽ ചില അധികാരികളും അധിപതികളുമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവർക്ക് വേണ്ടി ഒരു രാജ്യം തിരിഞ്ഞപ്പോൾ, അവർക്ക് വേണ്ടി ഒരു രാജ്യം തിരിഞ്ഞ് അവർക്ക് വിരോധമായി രേഖ എഴുതിയപ്പോൾ, എന്നെ ശ്രദ്ധിച്ചിരുന്നേ, സ്തോത്രം, അവർക്ക് വിരോധമായി ഒരു രാജ്യം, ദേശം, അധികാരികൾ തിരിഞ്ഞപ്പോൾ തന്റെ ദാസന്മാരുടെ ആരാധനയിൽ അവർക്ക് വേണ്ടി ഒരു രാജ്യം ഇറങ്ങി വന്നു. കാരാഗ്രഹത്തെ കുലുക്കിയത്, ബന്ധനത്തെ അഴിച്ചത്, വാതിലുകളെ തുറന്നത്, അവിടെ വെളിപ്പെട്ടത് എന്നറിയാമോ? ദൈവത്തിന്റെ രാജ്യമാണ് അവിടെ വെളിപ്പെട്ടത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇന്ന് പകൽ നമ്മളിലുള്ള ദൈവരാജ്യം വെളിപ്പെടുന്നത് പോലെ വെളിപ്പെട്ടാൽ ചില ബന്ധനങ്ങൾ അഴിയും, ചില അടിസ്ഥാനങ്ങൾ ഇളകും, ചില വാതിലുകളുടെ ലോക്കുകൾ അഴിയും. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിക്കണം. നീ ഇരിക്കുന്ന ഇടത്ത്, നീ പ്രാർത്ഥിക്കുന്ന ഇടത്ത്, നിന്റെ
നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ ദൈവരാജ്യം വെളിപ്പെടുത്തുവാൻ നിന്റെ ജനം അറിയണം. ഞാനെന്റെ വെറുതെ പറയുന്നതല്ല, ചില വീടുകളിൽ ഞാൻ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടിട്ടുണ്ട്. നിന്റെ ശരീരത്തെ ബന്ധിച്ചത്, നിന്റെ ജീവിതത്തെ ബന്ധിച്ചത്, നിനക്ക് ഇന്നും നിന്റെ അകത്ത് വ്യാപരിക്കുന്ന, നിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ നിന്റെ അകത്ത് തുര്യാനുഭവമാണ്. നിന്റെ നിന്റെ അകത്ത് ദൈവരാജ്യം, നിന്റെ പകർന്ന ദൈവരാജ്യം, നിന്റെ അകത്ത് പകർന്ന ദൈവരാജ്യം, നിന്റെ പകർന്ന ദൈവരാജ്യം, നിന്റെ ആരാധന വെളിപ്പെടുന്നത്. കണ്ടെത്താൻ വഹിക്കത്തക്ക വിലയിൽ ആളുകൾ ഭിന്നിച്ചെങ്കിൽ മറ്റു പലരെയും അവിടെ വെളിപ്പെട്ടിറങ്ങിയത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ രാജ്യമാണ്. അവരുടെ ആരാധനയിൽ വെളിപ്പെട്ടിറങ്ങിയത് ദൈവരാജ്യം ഇറങ്ങിയ പട്ടണത്തെ അല്ലെങ്കിൽ കാരാഗ്രഹത്തെ പിടിച്ചു കുലുക്കിയത്, അടിസ്ഥാനത്തെ ഇളക്കിയത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യമാണ്. ക്രിസ്തുവിനെ ചുമക്കുന്നവർ ആരാധിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു രാജ്യം അവിടെ ഇറങ്ങി വന്നു.
ഒരു രാജാവ് അവിടെ ഇറങ്ങി വന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്ന് ആത്മനിയോഗത്തോടെ പറയാ, ദൈവരാജ്യം ഇറങ്ങി വന്നാൽ വേറെ ആരും വരണ്ട. ദൈവരാജ്യം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ, നിന്റെ ഉള്ളിൽ പകർന്ന ദൈവരാജ്യത്തെ നീ ഒന്ന് വെളിപ്പെടുത്തിയാൽ പിന്നെ വേറെ ആരും നിന്റെ കൂടെ വേണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, എല്ലാവരും കൂടെ ഉണ്ട്, ദൈവം കൂടെ ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ആരും കൂടെ ഇല്ലെങ്കിലും ദൈവം കൂടെ ഉണ്ട്, നമ്മൾ ചെയ്യുന്നു. രാമൻ എത്ര പേര് പറയും സ്തോത്രം ചെയ്യുന്നു. ആളുകൾ ഹല്ലേലൂയ. ശതാധിപനല്ലേ പറയുന്നേ? ശതാധിപൻ പറയാ, അതാ എന്റെ പുരയ്ക്കകത്ത് വരാൻ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഇതാരാ പറഞ്ഞറിയോ? ശതാധിപനാ. ആരാ ശതാധിപൻ? അല്ല, അവനെ അനുസരിക്കുന്ന 100 പേര് അവന്റെ കീഴിലുണ്ട്. 100 പേരുടെ അധിപതിയാണ് ശതാധിപൻ. ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകാനും, ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനും, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യാൻ 100 പേരെനിക്കുണ്ട്. 100 പേരുള്ള ശതാധിപനെ ഞാൻ. പക്ഷേ എന്റെ ബാല്യക്കാരന്റെ വിഷയത്തിന്റെ അകത്ത് എന്റെ അധികാരത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്റെ ബാല്യക്കാരന്റെ വിഷയത്തിന്റെ അകത്ത് എന്റെ അധികാരത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ അധികാരം നിനക്ക് മാത്രമേ ഉള്ളെന്ന് ഞാൻ അറിയുന്നു. അവർക്ക് മനസ്സിലായി? ആ 100 പേര് കൂടെ ഉണ്ടെങ്കിലും കർത്താവ് കൂടെ ഇല്ലെങ്കിൽ വിഷയത്തിന്റെ അകത്ത് വീഴുന്നുണ്ട്. ആരുമില്ലെങ്കിലും കർത്താവ് ഉണ്ടോ? അത് മതിയെന്ന് യേശുവിന്റെ നാമത്തിൽ. പൗലോസ് വെറുതെ അല്ല എഴുതിയത്. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു, സ്തോത്രം, ഇന്നലകളിലെ ആരാധനയിൽ താനത് അനുഭവിച്ച ആളാണ്. ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് ദൈവരാജ്യത്തിന്റെ ഒരു വെളിപ്പാടുണ്ട്. ഒരു ദൈവരാജ്യം നമ്മുടെ അകത്ത് നൽകി തന്നിട്ടുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു, അതിനനുസരിച്ച് നമ്മളൊന്ന് ഒരുങ്ങണം. ഈ 2026 നമ്മളിലൂടെ ദൈവരാജ്യം വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവനെ കണ്ടാ പറയണം, ശിവന്റെ അകത്ത് ദൈവരാജ്യം ഉണ്ടെന്ന്. സച്ചുവിനെ കണ്ടാ പറയണം, സച്ചുവിന്റെ അകത്ത് ദൈവരാജ്യം ഉണ്ടെന്ന്. അല്ല, നമ്മളെ ഓരോരുത്തരെ കാണുമ്പോ പറയണം, നമ്മുടെ അകത്ത് ദൈവരാജ്യം ഉണ്ടെന്ന്. ഹലോ, പരീശന്മാരെ പോലെയും സാധുക്യരെ പോലെയും ഹല്ലേലൂയ സ്തോത്രം പ്രമാണിമാരെ പോലുള്ളവരൊക്കെ ദൈവരാജ്യം വന്നിട്ടില്ലെന്ന് പറയും, അല്ലെ നിങ്ങളിൽ ഇല്ലെന്ന് പറയും. കർത്താവ് അതൊന്നും വലിയ കാര്യമാക്കിയില്ല. കർത്താവ് പറഞ്ഞ നിലപാടി കർത്താവ് ഉറച്ചു നിന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ട്, അതാ രാജ്യം. ക്രിസ്തു അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. എന്നുവെച്ചാൽ കർത്താവ് ആ രാജ്യം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവരോട് പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ അംഗീകരിക്കാത്തവരന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് ഗണ്യമാക്കണ്ട. കർത്താവ് അത് ഗണ്യമാക്കിയില്ല, പിന്നെ നമ്മൾ എന്തിനാ ഗണ്യമാക്കുന്നത്? കർത്താവ് അത് ഗണ്യമാക്കിയില്ല, പിന്നെ നമ്മൾ എന്തിനാ ഗണ്യമാക്കുന്നത്? പരീക്ഷന്മാരൊക്കെ പറയും, പ്രമാണിമാരൊക്കെ പറയും, സാധുക്യരായിട്ടുള്ളവര് പറയും ക്രൈസ്തവരോട് ഹല്ലേലൂയ. പക്ഷെ നീ അത് മുഖവിലേക്ക് എടുക്കണ്ട. നിന്റെ അകത്ത് ദൈവരാജ്യത്തെ വെളിപ്പെടുത്തണം. എന്നോട് കർത്താവ് ശക്തമായി ഇടപെട്ട ഒറ്റ ദൂരേ ഉള്ളൂ, നമ്മുടെ അകത്തുനിന്ന് ദൈവരാജ്യം വെളിപ്പെടണം.
നമ്മുടെ അകത്തുനിന്ന് ദൈവരാജ്യം വെളിപ്പെടണം. അതാണ് ദൈവാത്മാവ് ഈ 2026 ആഗ്രഹിക്കുന്നത്. എന്നോട് ആഴമായി ദൈവം ഒരിടപെട്ട ഒരു ദൂതാണത്. അല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ഞാൻ അതിനെ ഒന്നുകൂടെ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞ അടുത്ത കാര്യം ഇങ്ങനെ: ആ ദൈവരാജ്യം നിങ്ങളുടെ അകത്ത്, ആ ദൈവരാജ്യം നിങ്ങളുടെ അകത്താണ്. നിങ്ങൾ അതിനെ വെളിപ്പെടുത്തണം. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒറ്റ വെളിപ്പാടതാ, ഈ 2026 നമ്മുടെ അകത്തുള്ള ദൈവരാജ്യത്തെ നമ്മൾ വെളിപ്പെടുത്തണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർ അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട്? എത്ര പേർക്ക് അതിനോട് താല്പര്യമുണ്ട്? ഒരു നിമിഷം എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ കർത്താവേ, എന്റെ അകത്ത് ദൈവരാജ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അകത്ത് ദൈവരാജ്യം ഉണ്ടെന്ന് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. പിതാവേ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകലത് വിശ്വസിക്കുന്നു. എന്റെ അകത്ത് ദൈവരാജ്യമുണ്ട്. എന്റെ അകത്ത് ദൈവരാജ്യം. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചേ. എന്റെ അകത്ത് ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം അകത്ത് ചുമക്കുന്നവൻ തോന്നുന്ന വഴി പോകരുത്. തോന്നുന്നത് പോലെ സംസാരിക്കരുത്. തോന്നുന്നവരുമായിട്ട് കൂട്ടുകൂടരുത്. ഇന്ന് പകലിൽ അല്ലെങ്കിൽ തിരിച്ചറിയണം. അല്ലെങ്കിൽ നിന്റെ അകത്ത് നീ സാധാരണ ഒരു വ്യക്തിയല്ല. നീ ഒരു സാധാരണ വ്യക്തിയല്ല. പുറമെ മനുഷ്യൻ നോക്കുമ്പോൾ നിന്നെ വിലയില്ലാതായിരിക്കും കാണുന്നേ. ഒരു സാധാരണ വ്യക്തിയായിട്ടായിരിക്കാം കാണുന്നത്. പക്ഷേ ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, നമ്മളൊരു സാധാരണ വ്യക്തികളല്ല. കർത്താവിന്റെ രാജ്യത്തെ ചുമക്കുന്നവരാണ് നമ്മൾ. കർത്താവിന്റെ രാജ്യത്തെ ചുമക്കുന്നവരാണ് നമ്മൾ. നാളെ ഈ രാജ്യത്തെ, ഈ ഭൂമിയെ ഭരിക്കേണ്ടവരാണ് നമ്മൾ. ആ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ചെന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ കണ്ണുകളും അടച്ചെന്ന് പ്രാർത്ഥിച്ചേ. എന്റെ അകത്തു ദൈവം പകർന്ന ദൈവരാജ്യത്തെ എനിക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതുപോലെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ എന്റെ കർത്താവെ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇന്ന് പകൽ അരുമനാഥൻ മാറ്റി എന്റെ അകത്ത് പകർന്ന ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ അവിടുത്തെ കൃപ ഇന്ന് പകൽ എന്റെ മേൽ ചൊരിഞ്ഞാട്ടെ. പ്രാർത്ഥിച്ച് അല്പനേരം കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ തൊടാൻ പോവുക. ദൈവരാജ്യം ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവരാജ്യത്തിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കുക. ദൈവരാജ്യത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്തിറങ്ങുക. ഇന്ന് പകലിൽ ദൈവരാജ്യത്തിന്റെ മഹത്വം, ദൈവരാജ്യത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ വെളിപ്പെട്ടു വരണേ. ഇന്ന് ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. പ്രാർത്ഥിച്ചോണ്ട് നിന്നു. നിന്റെ അകത്ത് പകർന്ന ദൈവരാജ്യം വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടുത്താതെ തടസ്സമായി നിൽക്കുന്നതിനെയല്ല തിരികിപ്പിച്ചു കളയുന്ന ദൈവത്തിന്റെ ശക്തി ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ നിലനിർത്തും. നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചോണം. പരപ്രേരണയിൽ പ്രാർത്ഥിക്കേണ്ട. അടുത്ത് നിൽക്കുന്നവരെ കണ്ട് പ്രാർത്ഥിക്കേണ്ട. അകത്ത് ലഭിക്കുന്ന നിയോഗവൻ എന്നോട് ദൈവം ഇടപെടുക. നിന്റെ അകത്തുള്ള ദൈവരാജ്യത്തെ വെളിപ്പെടുത്തേണ്ടതുപോലെ വെളിപ്പെടുത്തുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അകത്ത് ദൈവരാജ്യത്തെ സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ ഓണം കിട്ടലിൽ നടന്നാൽ വിടത്തില്ല. പകർന്നത് വെളിപ്പെടുത്താനാ. ദൈവരാജ്യത്തെ പകർന്നതെന്ന് വെളിപ്പെടുത്താനാ. കർത്താവ് നമ്മുടെ റോൾ മോഡലായി ദൈവരാജ്യത്തെ വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ ദൈവരാജ്യത്തെ പകർന്നത് അത് വെളിപ്പെടുത്തിയ മടി എവിടെ
എല്ലാ ചെടി